Hi all, welcome to Know Your Chemistry. So ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ബയോകെമിസ്ട്രി ടോപ്പിക് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ആണ്. സോ അതിൻ്റെ മെയിനായിട്ട് അതിൽ സ്ട്രക്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം പ്രോട്ടീൻസ് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് ദേ ഹാവ് വെരി മച്ച് ഇമ്പോർട്ടൻസ് ഫോർ ബയോളജിക്കൽ സിസ്റ്റം ആൻഡ് ഓൾ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ആസ്പെക്ട്സ് ഓഫ് ദ ബോഡി it is carried out by this protein or amino acids. Okay, so we all know that the proteins are the polymers of amino acids, and how these amino acids are linked. They are linked by peptide bond, okay, to form the whole molecule that is a protein. Okay, so out of 300 amino acids, okay, 300 amino acids are already known ആയിട്ടുള്ളത്. The 20 are in human body. Okay, സോ ആൻഡ് അമിനോ ആസിഡ്സിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പറയും. അതിൽ ബേസിക്കായി നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ അമിനോ ആസിഡ്സ് ആർ ആൽഫ അമിനോ ആസിഡ്സ്. എക്സെപ്ഷൻ ഉണ്ട്, പ്രൊലിൻ എന്ന അമിനോ ആസിഡ്. ഓക്കെ, സോ ഞാനിവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ദറ്റ് ഈസ് എ ജനറൽ സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ്. ദറ്റ് ഈസ് എ RCHNH3+ CO-. That is the general structure of an amino acid. Okay, then what do you mean by an alpha amino acid? Okay, so pink highlight link കാണാൻ കഴിയും. Okay, CO- CHNH3+, അതിൽ ആൽഫ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ആൽഫ അമിനോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, സോ ആൽഫ അമിനോ ആസിഡ് മീൻസ് the amino group and COOH group is attached to the same carbon. Okay, so ഒരേ കാർബണിൽ തന്നെ നമ്മുടെ COOH ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം, ആൽഫ അമിനോ ആസിഡ്സ് എന്ന് പറയാം. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ അമിനോ ആസിഡ്സ് ആർ ആൽഫ അമിനോ ആസിഡ്സ്. എക്സെപ്ഷൻ ഈസ് proline. That is very important. Okay, then coming to the classification. Okay, so നമ്മൾ ഒരുപാട് ബേസിസിൽ നമുക്ക് അമിനോ ആസിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ നമുക്കിത് സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ, സെക്കൻഡ് ബേസ്ഡ് ഓൺ സൈഡ് ചെയിൻ, തേർഡ് ബേസ്ഡ് ഓൺ മെറ്റബോളിസം, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, നമ്മൾ വൺ ബൈ വൺ ആയി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. സോ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആലിഫാറ്റിക് അമിനോ ആസിഡ്സ്, aromatic amino acids, heterocyclic amino acids, imino acids, derived amino acids, അതുപോലെ സൈഡ് ചെയിനെ ബേസ് ചെയ്തിട്ടും ഇതുപോലെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബേസ്ഡ് ഓൺ മെറ്റബോളിസം ദർ ഇസ് അനദർ ക്ലാസിഫിക്കേഷൻ, ആൻഡ് ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് ഓൾസോ ദർ ഇസ് അനദർ ക്ലാസിഫിക്കേഷൻ. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. അതിൽ നമ്മൾ പറഞ്ഞു ആലിഫാറ്റിക്, അരോമാറ്റിക്, ഹെട്രോസൈക്ലിക്, ഇമ്യൂണോ ആസിഡ്സ് ആൻഡ് ഡിറൈവ്ഡ്. First I am going to discuss about aliphatic amino acids. Coming to aliphatic amino acids, they have aliphatic side chains with non-polar nature and hydrophobic. Okay, polar എന്താണ്, നോൺ പോളാർ എന്താണ് എൻ്റെ കമ്മിങ് സ്ലൈഡ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ആലിഫാറ്റിക് അമിനോ ആസിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു മോണോ അമിനോ മോണോകാർബോക്സിലിക് ആസിഡ്സ്, mono amino dicarboxylic acids, and dibasic monocarboxylic acids. Okay, so അതിൽ തന്നെ mono amino monocarboxylic acids are again classified into simple amino acids. That is example glycine, alanine. Branched chain amino acids valine, leucine, isoleucine. Hydroxy, that is OH group containing amino acids serine, threonine. Sulfur containing amino acids methionine, cysteine. Then amino acid with amide group asparagine and glutamine. Okay, ഇതാണ് മോണോ അമിനോ മോണോ കാർബോക്സിലിക് ആസിഡ്സ്. ഓക്കെ, സോ ആ പേരിൽ തന്നെയുണ്ട് മോണോ അമിനോ മോണോ കാർബോക്സിലിക്, വൺ അമിനോ ഗ്രൂപ്പ് ആൻഡ് വൺ COOH ഗ്രൂപ്പ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് മോണോ അമിനോ ഡൈകാർബോക്സിലിക്, വൺ അമിനോ ഗ്രൂപ്പ് ആൻഡ് ടു COOH ഗ്രൂപ്പ്. ഓക്കെ, ദേ ആർ ഡൈകാർബോക്സിലിക് ആസിഡ്സ്. ഫോർ എക്സാമ്പിൾ aspartic ആസിഡ് ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, സ്ട്രക്ചേഴ്സ് ഞാൻ കമ്മിങ് സ്ലൈഡ്സിൽ കാണിക്കാം. ഓക്കെ, ദെൻ ഡൈബേസിക് മോണോകാർബോക്സിലിക് ആസിഡ്സ്. ഫോർ എക്സാമ്പിൾ ബേസിക് അമിനോ ആസിഡ്സ് ആണ് ലൈസിൻ ആൻഡ് ആർജിനിൻ. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇവിടെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ഇറ്റ്സ് എ ഗ്ലൈസിൻ. ഓക്കെ, ഗ്ലൈസിൻ, ദെൻ അലാനിൻ, സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്സ്. Then on the right side you can see branched chain valine, leucine and isoleucine. Okay, then you can see
the right side you can see the structure of serine and threonine. You can see the OH group. Okay, in blue highlight you can see the OH group, and below that, just below the serine and threonine, you can see aspartic acid and glutamic acid. Okay, dicarboxylic acids. Okay, then asparagine and glutamine, amino acid with amide linkage. Amide linkage means CONH2 group, that is amide. Okay, then coming to the left hand side, you can see after glycine you can see cysteine and methionine. You can see the SCH3 for methionine and SH. Okay, there is a sulfur containing amino acids, cysteine and methionine. Okay, so below that you can see the basic amino acids, that is arginine and lysine. Okay, so ഇത് വളരെ ഈസിയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, so coming to the aromatic amino acids. So aromatic amino acids having aromatic ring. Okay, mainly benzene ring system. Okay, for example phenylalanine and tyrosine. So see the structure of phenylalanine, you can see the benzene ring to which phenylalanine, that is structure is attached. Okay, so next is tyrosine. You can see the structure, the benzene structure. In the ortho position of benzene there is OH, that is a phenol group for tyrosine. Okay, clear aanallo. Next is heterocyclic amino acids. So more than one cyclic structure ulla compounds are heterocyclic. ആ പേരിൽ തന്നെ ഉണ്ട്, tryptophan and histidine. Okay, then amino acid. Okay, so amino acid means example proline. നമ്മൾ പറഞ്ഞു most of the amino acids are alpha amino acid except proline. So proline structure ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. proline ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ട്, പൈറോളിഡിൻ ഗ്രൂപ്പ്. ഓക്കെ, അതുപോലെ തന്നെ ഹെട്രോസൈക്ലിക് സ്ട്രക്ചറായ ഹിസ്റ്റഡീൻ ഉണ്ട്, ഇമിഡസോൾ ഗ്രൂപ്പ്. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറയും. നെക്സ്റ്റ് അബൌട്ട് ദ ഡിറൈവ്ഡ് അമിനോ ആസിഡ്സ്. ഓക്കെ, സോ ഡിറൈവ്ഡ് അമിനോ ആസിഡ്സ് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ഫ്രം സംതിങ് ഫ്രം ഡിറൈവ്ഡ് ആണ്. ഓക്കെ, അതായത് ഡിറൈവ്ഡ് അമിനോ ആസിഡ്സിനെ നമുക്ക് മെയിനായിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ്, ഡിറൈവ്ഡ് അമിനോ ആസിഡ്സ് ഫൗണ്ട് ഇൻ പ്രോട്ടീൻസ്. ഓക്കെ, അതായത് പ്രോട്ടീൻസിൽ കാണുന്ന ഡിറൈവ്ഡ് അമിനോ ആസിഡ്സ്. അതുപോലെ തന്നെ ഡിറൈവ്ഡ് അമിനോ ആസിഡ്സ് നോട്ട് സീൻ പ്രോട്ടീൻസ്, പ്രോട്ടീൻസിൽ കാണാത്തത്, അതിനെ നമ്മൾ നോൺ പ്രോട്ടീൻ അമിനോ ആസിഡ്സ് എന്ന് പറയും. ദ ലാസ്റ്റ് വൺ ഈസ് നോൺ ആൽഫ അമിനോ ആസിഡ്സ് എന്ന് പറയും. ഓക്കെ, സോ നമുക്ക് വൺ ബൈ വൺ ആയി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡിറൈവ്ഡ് അമിനോ ആസിഡ്സ് ഫൗണ്ട് ഇൻ പ്രോട്ടീൻസ്. സോ പ്രോട്ടീൻസിൽ കാണുന്ന ഡിറൈവ്ഡ് അമിനോ ആസിഡ്സ്. ഓക്കെ, സോ നമ്മൾ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ നമുക്കൊരിക്കലും ഒരു ഫങ്ഷണൽ പ്രോട്ടീൻസ് അല്ല കിട്ടുന്നത്. ഇറ്റ് ഹാസ് ടു ബി മോഡിഫൈഡ്. അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ കഴിഞ്ഞ ശേഷം നമുക്കറിയാം പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ. ഓക്കെ, സോ ഇറ്റ് ഹാസ് ടു ബി മോഡിഫൈഡ്. ഓക്കെ, സോ നമുക്കറിയാം ഫോർ എക്സാമ്പിൾ ഹൈഡ്രോക്സി പ്രോലിൻ, ഹൈഡ്രോക്സി ലൈസിൻ, ഇതൊക്കെ എന്തിൻ്റെ കമ്പോണൻ്റ് ആണ്? കൊളാജൻ എന്ന മോളിക്യൂളിൻ്റെ കമ്പോണൻ്റ് ആണ്. ഓക്കെ, സോ അതാണ് മെയിനായിട്ട് ഇവിടെ എക്സാമ്പിൾസ്, ഹൈഡ്രോക്സി പ്രോലിൻ ആൻഡ് ഹൈഡ്രോക്സി ലൈസിൻ, ദറ്റ് ഈസ് എ ഡിറൈവ്ഡ് അമിനോ ആസിഡ്സ്. ഓക്കെ, ദറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ഓഫ് കൊളാജൻ. ഓക്കെ, ദെൻ ക്ലോട്ടിംഗ് പ്രോസസ്സ് നമുക്കറിയാം, കയാഗുലേഷൻ പ്രോസസ്സ്. സോ അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ നടക്കുന്നുണ്ട്, ഗാമ കാർബോക്സിലേഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് റെസിഡ്യൂസ്. ഓക്കെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ കൊയാഗുലേഷൻ പ്രോസസ്സ്. ഓക്കെ, സോ വൈറ്റമിൻ കെ ഇൻവോൾവ് ചെയ്യുന്ന കൊയാഗുലേഷൻ പ്രോസസ്സിൽ മെയിനായി നടക്കുന്ന റിയാക്ഷനാണ് ഗാമ കാർബോക്സിലേഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ്. അതും ഇവിടെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, സോ സെക്കൻഡ് വൺ ഈസ് ഡിറൈവ്ഡ് അമിനോ ആസിഡ്സ് നോട്ട് സീൻ ഇൻ പ്രോട്ടീൻസ്, അതായത് പ്രോട്ടീൻസ് ഇല്ലാത്ത, അതായത് നോൺ പ്രോട്ടീൻ അമിനോ ആസിഡ്സ്. ഓക്കെ, അതായത് ചില ഡിറൈവ്ഡ് അമിനോ ആസിഡ്സ് സെൽസിൽ ഫ്രീ ആയിട്ട് കാണും. ഓക്കെ, ദേ ആർ സീൻ ഫ്രീ ഇൻ സെൽസ്. ഫോർ എക്സാമ്പിൾ ഓർണിത്തിൻ, ദെൻ സിട്രുലിൻ, ഹോമോസിസ്റ്റീൻ. ഓക്കെ, സോ നോർമലി നമുക്കറിയാം ഓർണിത്തിൻ, സിട്രുലിൻ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സോ ഡ്യൂറിങ് ദി മെറ്റബോളിസം ഓഫ് അമിനോ ആസിഡ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓർണിത്തിൻ, സിട്രുലിൻ ഇതൊക്കെ നമ്മുടെ യൂറിയ സൈക്കിൾ അല്ലെങ്കിൽ അമിനോ ആസിഡ് മെറ്റബോളിസത്തിലെ യൂറിയ സൈക്കിളിൻ്റെ, അതായത് ഡീടോക്സിഫിക്കേഷൻ ഓഫ് അമോണിയ അസോസിയേറ്റഡ് വിത്ത് യൂറിയ സൈക്കിൾ, ആ സമയത്താണ് ഓർണിത്തിൻ, സിട്രുലിൻ കോമ്പൗണ്ട്സ് ഒക്കെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അതാണ് നോൺ പ്രോട്ടീൻ അമിനോ ആസിഡ്സ്. ഓക്കെ, എന്താണ്? ഡിറൈവ്ഡ് അമിനോ ആസിഡ്സ് നോട്ട് സീൻ ഇൻ പ്രോട്ടീൻസ്. എക്സാമ്പിൾ ഓർണിത്തിൻ ആൻഡ് സിട്രുലിൻ, ദേ ആർ ഫോംഡ് ഡ്യൂറിങ് ദ മെറ്റബോളിസം ഓഫ് അമിനോ ആസിഡ്സ്. ഓക്കെ, അതുപോലെ ഒരു ഹോർമോണൽ പ്രോപ്പർട്ടിയുള്ള കോമ്പൗണ്ടാണ് തൈറോക്സിൻ. ഓക്കെ, സോ തൈറോക്സിൻ ഈസ് കൺസിഡേർഡ് ആസ് എ ഡിറൈവ്ഡ്
proteins, that is not seen in proteins, derived amino acid from tyrosine amino acid. Okay, the last one is non-alpha amino acids. Okay, as an example ആണ് GABA, that is gamma aminobutyric acid. Okay, gamma aminobutyric acid is derived from two compounds, that is one is ആ പേര് തന്നെ ഉണ്ട് glutamate. Okay, so glutamic acid and another one compound is beta alanine. Okay, so beta alanine and glutamic acid ന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ഗാബ അല്ലെങ്കിൽ ഗാമ അമിനോബ്യൂട്ടറിക് ആസിഡ്. സോ അവിടെ അമിനോ ഗ്രൂപ്പ് ബീറ്റ പൊസിഷനിലാണ്. ഓക്കെ, that is a non-alpha amino acid. So it is very important. So non-alpha amino acid an example ആണ് GABA, GABA, gamma aminobutyric acid, that is a combination of glutamic acid and beta alanine where the amino group is in beta position. That's why it is known as non-alpha amino acids. Okay, next വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. അതായത് നമ്മൾ അമിനോ ആസിഡ്സിൽ സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, അതിൽ 2-3 ഗ്രൂപ്പ് നമ്മൾ മുന്നേ കണ്ടതാണ്. ഓക്കെ, സോ ഇവിടെ മെയിനായിട്ടും ഉള്ള സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ഏതൊക്കെ അമിനോ ആസിഡ്സിലാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഗ്വാനിഡിനിയം ഗ്രൂപ്പ്. Okay, so guanidinium group is present in arginine. Okay, so you can see the structure over here, right side you can see, topmost right you can see the structure of arginine. There is a guanidinium group. Okay, there is a blue highlight. Okay, guanidinium group. Okay, next benzene group. So benzene group നമ്മൾ കണ്ടതാണ് aromatic amino acidsൽ phenylalanine. Okay, അതിൻ്റെ ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്. Then phenol നമ്മൾ കണ്ടു, തൈറോസിൻ, അതിൻ്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, യു ക്യാൻ സീ. Then below that, okay, left side നോക്കുക, left hand side. Okay, you can see the structure of tryptophan. Okay, tryptophan is having indole group. Okay, indole group is present in tryptophan. Okay, and below that the bottom position you can see the structure of both histidine and proline. Okay, so histidine le blue highlight noku, that is a imidazole group. Okay, and there is proline having pyrrolidine group. Clear aanallo? Okay, so a guanidinium group is present in which amino acid? Arginine. Benzene is present in phenylalanine. Phenol is present in tyrosine. Indole group is present in tryptophan. Imidazole in histidine and pyrrolidine from or pyrrolidine from proline. Okay, clear aanallo? So these are the most important special groups in amino acids. Then നമ്മൾ based on structure complete ആയി. Then നമ്മൾ അടുത്ത എന്താണ് പറയാൻ പോകുന്നത്? Based on side chain. Okay, so based on side chain we can classify the amino acids into non-polar side chains, uncharged or non-ionic polar side chain. The last one is charged or ionic polar side chain. Okay, ഇനി നമ്മൾ ഓരോന്നും നോക്കും, 1 by 1 ആയിട്ട് നോക്കും. First one is non-polar side chain. Okay, so what do you mean by polar and non-polar? So നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇത് ഫെമിലിയർ ആയിരിക്കും, ചിലർക്ക് എന്താ പറയുക കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ what do you mean by polar and what do you mean by non-polar? Okay, so polar solvent means നമ്മുടെ മോളിക്യൂൾസിലെല്ലാം ബോണ്ട് ഉണ്ട്. ഓക്കെ, ആറ്റംസിനിടയ്ക്കൊരു ബോണ്ട് ഉണ്ട്. ഓക്കെ, സോ പോളാർ സോൾവൻസിൻ്റെ കേസിൽ ആറ്റംസിനിടയ്ക്കുള്ള ബോണ്ട്, ആ ഒരു ബോണ്ടിൻ്റെ ക്യാരക്ടർ വെരി ഡിഫറെൻറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റീസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓക്സിജൻ, ഹൈഡ്രജൻ, അങ്ങനെ ഇലക്ട്രോനെഗറ്റിവിറ്റീസിൽ ഡിഫറൻസ് ഉള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും പോളാർ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നോൺ പോളാർ സോൾവൻസ് എന്ന് പറഞ്ഞാൽ സിമിലർ ഇലക്ട്രോനെഗറ്റിവിറ്റീസ് ഉള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രോ കാർബൺസ് പോലുള്ള. ക്ലിയർ ആണല്ലോ? സോ പോളാർ സോൾവൻസ് ദേ കണ്ടെയ്ൻ ദ ബോണ്ട്സ് ബിറ്റ്വീൻ ദ ആറ്റംസ് വിത്ത് വെരി ഡിഫറെൻറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റീസ്. ബട്ട് ഇൻ കേസ് ഓഫ് നോൺ പോളാർ ദേ ഹാവ് സിമിലർ ഇലക്ട്രോനെഗറ്റിവിറ്റീസ്. അതാണ് നോൺ പോളാർ ആൻഡ് പോളാർ. ഓക്കെ, സോ ഇവിടെ നമ്മളെങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന അമിനോ ആസിഡ്സിനെ? നോൺ പോളാർ സൈഡ് ചെയിൻ. ഓക്കെ, അമിനോ ആസിഡ്സിൻ്റെ സൈഡ് ചെയിൻ ആയിട്ട് നോൺ പോളാർ
സൈഡ് ചെയിൻസ് വരുന്ന അമിനോ ആസിഡ്സ്. എക്സാമ്പിൾ വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ, മെത്യോണിൻ ആൻഡ് പ്രോലിൻ. സോ ഇത് എന്തെങ്കിലും കോഡ് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായ ഒരു ട്രിക്സ് വെച്ചിട്ട് പഠിക്കാം. ഞാനിങ്ങനെ തന്നെയാണ് പഠിക്കൽ. ഓക്കെ, സോ വാലിൻ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഫസ്റ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട് ഒരു കോഡ് ഉണ്ടാക്കിയിട്ട്. സോ മോസ്റ്റ്ലി ഞാനിത് റിമെമ്പർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈസ് അൺചാർജ്ഡ് or non-ionic polar side chain. Okay, uncharged means chargeless or non-ionic polar side chain. So there is a polar side chain and mainly example glycine, serine, threonine, cysteine, tyrosine, glutamine and asparagine. Okay, ഇങ്ങനെയുള്ള non-ionic polar side chain property പറഞ്ഞാൽ they will be hydrophilic. ഹൈഡ്രോഫിലിക് പറഞ്ഞാൽ വാട്ടറിനോട് അഫിനിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഈസ് ചാർജ്ഡ് ഓർ അയോണിക് പോളാർ സൈഡ് ചെയിൻ. ദ വിൽ ബി ഹൈഡ്രോഫിലിക്. ഓക്കെ, ഹൈഡ്രോഫിലിക് പ്രോപ്പർട്ടി ഉള്ളത്. സോ അതിൽ തന്നെ നമുക്ക് ആസിഡിക്കും ബേസിക്കും ആയി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഐ മീൻ ക്ലാസിഫൈ ചെയ്യാം. ആസിഡിക് നമുക്ക് അറിയാം, ആസിഡിക് അമിനോ ആസിഡ്സ് രണ്ടെണ്ണേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, ഇനി ബേസിക് നമ്മൾ പറഞ്ഞു, ഡൈബേസിക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലൈസിൻ ആൻഡ് ആർജിനിൻ, അതിൻ്റെ കൂടെ ഇവിടെ ഒരു എക്സ്ട്രാ ഉണ്ട് ഹിസ്റ്റഡിൻ. ഓക്കെ, സോ അങ്ങനെ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, യു വിൽ ബി ഈസി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബേസ്ഡ് ഓൺ മെറ്റബോളിസം. ഓക്കെ, സോ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെറ്റബോളിസം ഈസ് എ കോമ്പിനേഷൻ ഓഫ് അനബോളിസം ആൻഡ് കാറ്റബോളിസം. സോ അനബോളിസം മീൻസ് ദ സിന്തസിസ് പ്രോസസ് ആൻഡ് കാറ്റബോളിസം ഈസ് ദ ഡിസ്ട്രക്റ്റീവ് പ്രോസസ്. സോ രണ്ടിൻ്റെയും കൂടെ ഒരു ബാലൻസിങ് അല്ലെങ്കിൽ കോമ്പിനേഷനാണ് മെറ്റബോളിസം. ഓക്കെ, സോ ബേസ്ഡ് ഓൺ മെറ്റബോളിസം വി ക്യാൻ ക്ലാസിഫൈ ദ അമിനോ ആസിഡ്സ് ഇൻ ടു 3: പ്യുവർലി കീറ്റോജനിക്, കീറ്റോജനിക് ആൻഡ് ഗ്ലൂക്കോജനിക് ആൻഡ് പ്യുവർലി ഗ്ലൂക്കോജനിക്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയുന്നത്, എന്താണ് കീറ്റോജനിക്, എന്താണ് ഗ്ലൂക്കോജനിക്? ഓക്കെ, ഗ്ലൂക്കോജനിക് അല്ലെങ്കിൽ കീറ്റോജനിക് എന്താണ്? ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കീറ്റോജനിക് ആണ്, ബിക്കോസ് നമ്മൾ പ്യുവർലി കീറ്റോജനിക് ആണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. സോ കീറ്റോജനിക് മീൻസ് ദ അമിനോ ആസിഡ് ഓർ ഇറ്റ്സ് ഡെറിവേറ്റീവ് വിച്ച് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കീറ്റോൺ ബോഡീസ്. ആ പേര് തന്നെയുണ്ട് കീറ്റോജനിക്, കീറ്റോൺ ബോഡീസായി കൺവേർട്ട് ചെയ്യുന്ന കോമ്പൗണ്ട്. ഓക്കെ, ഇനി എന്താണ് ഗ്ലൂക്കോജനിക്? ഈ ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയുക, ആ അമിനോ ആസിഡിൻ്റെ കാർബൺ സ്കെലട്ടൺ എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസ് ഡെറിവേറ്റീവായി കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, കീറ്റോൺ ബോഡി സിന്തസിസിലേക്ക് ഡെറൈവ് ചെയ്ത് പോകുന്നു. ഓക്കെ, എൻ്റർ ചെയ്തു പോകുന്നു. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കീറ്റോജനിക്, ഗ്ലൂക്കോജനിക്. ഇനി ചിലത് ബോത്ത് കീറ്റോജനിക് ആൻഡ് ഗ്ലൂക്കോജനിക്. ഓക്കെ, ചില അമിനോ ആസിഡ്സിൻ്റെ എന്ത് ചെയ്യും, കാർബൺ സ്കെൽട്ടൺ എന്താ ഡ്യൂറിങ് ദ മെറ്റബോളിസം എന്ത് ചെയ്യുന്നു, കീറ്റോജനിക് പാത്വേയിലും പോകും ഒരു പാർട്ട്, അനദർ പാർട്ട് ഗ്ലൂക്കോസ് ഡെറിവേറ്റീവായിട്ടും പോകും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഇനി നമ്മൾ എക്സാമ്പിൾസിലേക്ക് പോവാണ്. ഫസ്റ്റ് വൺ ഈസ് പ്യുവർലി കീറ്റോജനിക്. ഓക്കെ, അതായത് കീറ്റോൺ ബോഡി ഫോർമേഷനിലേക്ക് മാത്രം ഡയറക്റ്റ് ചെയ്യുന്ന അമിനോ ആസിഡ്, ദാറ്റ് ഈസ് എ എക്സാമ്പിൾ ല്യൂസിൻ. സോ ല്യൂസിൻ ഈസ് പ്യുവർലി കീറ്റോജനിക്. സെക്കൻഡ് വൺ ഈസ് കീറ്റോജനിക് ആൻഡ് ഗ്ലൂക്കോജനിക്, അതായത് അമിനോ ആസിഡ്സിൻ്റെ ഒരു പാർട്ട് കീറ്റോജനിക് കീറ്റോൺ ബോഡി ഫോർമേഷനും ഒരു പാർട്ട് ഗ്ലൂക്കോസ് ഡെറിവേറ്റീവ്സിലേക്കും പോവും. ഓക്കെ, ആൻഡ് എക്സാമ്പിൾ ലൈസിൻ. ഓക്കെ, നോട്ട് ചെയ്യുക, ലൈസിൻ, ഐസോലൂസിൻ, ദെൻ ഫിനൈൽ അലാനിൻ, തൈറോസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഓക്കെ, സോ ഇതാണ് ബോത്ത് കീറ്റോജനിക് ആൻഡ് ഗ്ലൂക്കോജനിക്. ഇനി പ്യുവർലി ഗ്ലൂക്കോജനിക് ഉണ്ട്, ബാക്കി 14 അമിനോ ആസിഡ്സ് ഉണ്ട് റിമൈനിങ് അല്ലേ. സോ ആ അമിനോ ആസിഡ്സ് ഒക്കെ ഗ്ലൂക്കോജനിക് ആണ്. സോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്യുവർലി കീറ്റോജനിക് നമുക്ക് എപ്പോഴും ഓർമ്മിച്ച് വെക്കാം, ല്യൂസിൻ. ഇനി കീറ്റോജനിക് ആൻഡ് ഗ്ലൂക്കോജനിക് നമ്മൾ ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് അത് ഓർത്ത് വെക്കുക. സോ ഇതല്ലാത്തതൊക്കെ എന്താണ്, ഗ്ലൂക്കോജനിക് ആണ്. സോ നമുക്ക് അങ്ങനെ ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, ഇനി വരുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വണ്ണാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഓക്കെ, ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, സോ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സിനെ ബേസ് ചെയ്ത് നമുക്ക് അമിനോ ആസിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഇസ് എസെൻഷ്യൽ അമിനോ ആസിഡ്, സെക്കൻഡ് ഈസ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, ദ ലാസ്റ്റ് വൺ ഈസ് നോൺ എസെൻഷ്യൽ. സോ ആ പേര് തന്നെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് എസെൻഷ്യൽ ഓർ ഇൻഡിസ്പെൻസബിൾ എന്ന് പറയും. ഇതാണ് ഇൻഡിസ്പെൻസബിൾ. ഓക്കെ, സോ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് വിൽ ബി എസെൻഷ്യൽ. സോ നമ്മുടെ ബോഡിക്ക് എസെൻഷ്യലായ അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, സോ എന്താണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ, ഇറ്റ് കനോട്ട് ബി സിന്തസൈസ്ഡ് ഇൻ അവർ ബോഡി. നമ്മളെ ബോഡിക്ക് ഒരിക്കലും ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ സിന്തസിസ് നടത്താനുള്ള കപ്പാസിറ്റി ഇല്ല.
സോ എങ്ങനെയാണ് ബോഡിക്ക് കിട്ടുക? ഇറ്റ് ഷുഡ് ബി സപ്ലൈ ത്രൂ ദ ഡയറ്റ്. നമ്മൾ ഫുഡിലൂടെ, നമ്മുടെ ഡയറ്റിലൂടെ കൊടുക്കുക ബോഡിക്ക്. ഓക്കെ, സോ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് വിച്ച് കനോട്ട് ബി സിന്തസൈസ്ഡ് ബൈ അവർ ബോഡി, സോ ഇറ്റ് ഷുഡ് ബി സപ്ലൈ ത്രൂ ദ ഡയറ്റ്. ഓക്കെ, സോ അതിന് എക്സാമ്പിളാണ് ഐസോല്യൂസിൻ, ല്യൂസിൻ, ത്രയോണൈൻ, ലൈസിൻ, മെഥിയോണൈൻ, ഫിനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് വാലിൻ. ഓക്കെ, സോ ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സിനൊരു കോഡുണ്ട്. ഇതൊരു സ്റ്റാൻഡേർഡ് കോഡാണ്. ഓക്കെ, സോ ആ കോഡ് ഞാൻ ബോട്ടം പൊസിഷനിൽ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എനി ഹെൽപ്പ് ഇൻ ലേണിംഗ് ദീസ് ലിറ്റിൽ മോളിക്യൂൾസ് പ്രൂവ്സ് ട്രൂലി വാല്യുബിൾ. സോ ഇത് പഠിക്കാൻ കോഡ് വേണമെന്ന് പറയാൻ പാടില്ല. സോ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സോ ഇതിൽ എല്ലാ അമിനോ ആസിഡ്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഞാൻ ഈ കോഡിനെ കുറിച്ച് പറയാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു എസെൻഷ്യൽ അമിനോ ആസിഡ് ഇറ്റ് ഷുഡ് ബി സപ്ലൈ ത്രൂ ദ ഡയറ്റ് ബിക്കോസ് ദ ബോഡി കനോട്ട് സിന്തസൈസ് ഇറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് സെമി എസെൻഷ്യൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് പാർഷ്യലി എസെൻഷ്യൽ. ഓക്കെ, എന്താണ് സെമി എസെൻഷ്യൽ, പാർഷ്യലി എസെൻഷ്യൽ ഓർ സെമി ഇൻഡിസ്പെൻസിബിൾ അമിനോ ആസിഡ്സ്. ഓക്കെ, ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ പറഞ്ഞാൽ ഗ്രോയിങ് ചിൽഡ്രന് ഇത് ഫുഡിൽ മസ്റ്റായി നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, പക്ഷേ അഡൽട്ട്സിന് ഇത് എന്താ പറയുക വേണം നിർബന്ധമില്ല. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് ദർ ഓക്കെ ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഗ്രോയിങ് ചിൽഡ്രന് ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ്. ഓക്കെ, ദറ്റ് ഇസ് സെമി എസെൻഷ്യൽ. അതിന് എക്സാമ്പിളാണ് ഹിസ്റ്റഡിൻ ആൻഡ് അർജിനിൻ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഈസ് നോൺ എസെൻഷ്യൽ ഓർ ഡിസ്പെൻസബിൾ. ഓക്കെ, സോ റിമൈനിങ് 10 അമിനോ ആസിഡ്സ് ആണ് നോൺ എസെൻഷ്യൽ. ബിക്കോസ് നമ്മുടെ ആ കാർബൺ സ്കെൽട്ടൺ അല്ലെങ്കിൽ ഈ അമിനോ ആസിഡ്സിൻ്റെ കാർബൺ സ്കെൽട്ടൺ നമ്മുടെ ബോഡിയിൽ സിന്തസിസ് ചെയ്യുന്നു. ആരുടെ? നോൺ എസെൻഷ്യലിൻ്റെ. ഓക്കെ, സോ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വളരെയധികം എസെൻഷ്യലാണ്. ഓക്കെ, അതിന് റിക്വയർമെൻറ്റ് വളരെയധികം ഹൈ ആണ് നമ്മുടെ ബോഡിയിൽ. പക്ഷേ അവർ ബോഡി കനോട്ട് സിന്തസിസ് ഇറ്റ്, സോ ഇറ്റ് ഷുഡ് ബി സപ്ലൈ ടു ദ ഡയറ്റ്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ കോഡ്. ഓക്കെ, സോ ഇത് ഫുൾ അമിനോ ആസിഡ്സ് പഠിക്കാൻ ഈ ഒരു കോഡ് മതി. ഓക്കെ, ഈ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് ബേസിൽ എനി ഹെൽപ്പ് ഇൻ ലേണിംഗ് ദീസ് ലിറ്റിൽ മോളിക്യൂൾസ് പ്രൂവ്സ് ട്രൂലി വാല്യുബിൾ. ഓക്കെ, അതിൽ ഫസ്റ്റ് എ ആൻഡ് എച്ച്, എനി ഹെൽപ്പ്, അതിൽ എയും എച്ചും ഏതാണ്? അർജിനിൻ ആൻഡ് ഹിസ്റ്റഡിൻ, ദാറ്റ് ഈസ് എ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഓക്കെ, ഇനി എനി ഹെൽപ്പിൽ നമ്മൾ പറഞ്ഞു എയും എച്ചും അർജിനിൻ ആൻഡ് ഹിസ്റ്റഡിൻ സെമി എസെൻഷ്യൽ. ദെൻ അടുത്തത് ഇൻ ഐ എന്താണ്? ഐസോല്യൂസിൻ. ഓക്കെ, ഐസോല്യൂസിൻ, എൽ ല്യൂസിൻ, ടി ത്രയോണൈൻ, എൽ ലൈസിൻ, എം മെഥിയോണൈൻ, പി ഫിനൈൽ അലാനിൻ, ടി ട്രിപ്റ്റോഫാൻ ആൻഡ് ഫൈനലി വി വാലിൻ. ആ ഓർഡറിലാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇതാണ് എസെൻഷ്യൽ, സെമി എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്. ഓക്കെ, ഇതാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്.